എന്റെ വീട്ടിൽ കല്യാണമാണ്, കുറച്ച് പൈസ അഡ്വാൻസ് തരുമോന്ന് ചോദിച്ചത്. അപ്പൊ അവര് നീ ശരിക്ക് ജോലിയൊന്നും ചെയ്യുന്നില്ല, ഇതും വാങ്ങിക്കൊണ്ട് പോ, അവസരം തന്നപ്പോ അഡ്വാൻസ് ചോദിക്കുന്നോ, നിർത്തിപ്പോയിക്കോളാൻ പറഞ്ഞു. ഈ പണം എന്തിനാ നീ എനിക്ക് തരുന്നത്? അത് നീ തന്നെ വെച്ചോ. അത് അമ്മയുടെ കയ്യിലല്ലാതെ വേറെ ആർക്കും കൊടുക്കാനാ. എനിക്ക് താമസിക്കാൻ ഈ വീട്ടിൽ സ്ഥലം തന്നു, 3 നേരത്തെ ആഹാരം തന്നു. അങ്ങനെയുള്ളപ്പോ എനിക്ക് കിട്ടുന്ന ശമ്പളം അമ്മയ്ക്കാണ് തരേണ്ടത്. എന്നാൽ എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്നാ എന്റെ വിഷമം. കഷ്ടപ്പാടെന്ന് നല്ല ആളുകൾക്കാ വരുന്നത്. നീ അതൊന്നോർത്ത് വിഷമിക്കണ്ട. വിഷമിക്കുന്നൊന്നുമില്ല, വെറുതെ ഇരുന്ന് സമയം കളയാൻ എനിക്കാവില്ല. പിന്നെ നല്ലവർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നതെങ്കിൽ പിന്നെന്തിനാ നല്ലവരായി ജീവിക്കുന്നത്? ചീത്ത ആളുകളെ പോലെ നമുക്കും സുഖിച്ചു കഴിയാവല്ലോ. കഷ്ടപ്പാടും ദുരിതമല്ല ഒരാൾക്ക് മാത്രമല്ല ഉള്ളത്, അതെല്ലാവർക്കും ഉള്ളതാണ്. സുഖമായിട്ട് ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട്. എന്നാൽ നല്ലവനായിട്ട് ജീവിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, അത് കഷ്ടപ്പാട് ഏറിയതാണ്. നീ ഒന്നോർത്ത് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അതെ, ലീവിന്റെ കാര്യം മറക്കല്ലേ. അമ്മേ, ഇതാ വെച്ചോ. ഇതൊന്നും വേണ്ട മോനെ. അമ്മ ഇത് വെച്ചോ. ബോസ്, നിങ്ങളുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്നും ആഹാരം വന്നിട്ടുണ്ട്. അനിയത്തി സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാ, കൊണ്ടുവരട്ടെ? വേണ്ട, അവൾ ഉണ്ടാക്കിയത് കഴിക്കാൻ എനിക്കിപ്പോ മൂടില്ല. അതിനെങ്ങനെ മൂടുണ്ടാവാനാ? അമൂല്യ മേഡം കൺമുൻപിൽ വന്നു കഴിഞ്ഞാ എല്ലാ സ്വപ്നവും സാക്ഷാത്കരിച്ചതുപോലെയല്ലേ? എനിക്ക് വിശപ്പില്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ താൻ ആലോചിക്കുന്നേ? ഞാൻ ഇതിൽ എന്താ ആലോചിക്കാനാണ് ബോസേ? ബോസിന് ലക്ക് തീരെ ഇല്ല. നിങ്ങളുടെ അനിയത്തി വളരെ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും. ഞാനാണെങ്കിൽ അതിൽ നിന്ന് ഒരു തരി പോലും ബാക്കി വയ്ക്കത്തുമില്ല. ഇന്ന് ഞാൻ പാത്രം കൂടെ നോക്കി തുടയ്ക്കും. ഹായ് വേദാന്ത്. ഇതൊക്കെ എന്താ? നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആഹാരം കഴിക്കില്ലെന്ന് എന്തോ എന്റെ മനസ്സിൽ തോന്നി. നിങ്ങൾ ഡള്ളായിട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഞാൻ പുറത്തുനിന്ന് വരുത്തിച്ചു. ജസ്റ്റ് ടു മേക്ക് യു ഫീൽ ബെറ്റർ. എനിക്കിപ്പോ തീരെ വിശപ്പില്ല. ഞാൻ പറയുന്നത് നിങ്ങളെ തലയിൽ കയറുന്നില്ലേ? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ എന്നെ ഫോഴ്സ് ചെയ്ത് ആഹാരം കഴിപ്പിക്കാൻ? ഇതൊക്കെ എടുത്തിട്ട് ഇറങ്ങിപ്പോ. എന്ത് തന്നെ കൊടുത്താലും ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തൊരു കഷ്ടമായത്. അമൂല്യ, ഇരിക്കേ. പ്ലേറ്റ് കൊണ്ടുവരോ? ലഞ്ച് എടുത്തില്ലേ വേദാന്ത്? ആദ്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു വിട്ടെന്ന് പറഞ്ഞു. എനിക്കിന്ന് ലഞ്ച് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറെ ടേബിളിലേക്ക് ഇരിക്കാം. സോറി. നോ നോ, ഇറ്റ്സ് ഓക്കെ. നിങ്ങളിരുന്ന് കഴിക്കേ, ഞാൻ ടീയോ കോഫി എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ചെറിയമ്മ ഉണ്ടാക്കിയ അരി റൊട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വായിൽ വെള്ളം വന്നിട്ട് വയ്യ. ചൂടാക്കിട്ടല്ലേ കൊണ്ടുവന്ന്? ചൂടാക്കാതെ കൊണ്ടുവരാൻ പറ്റുമോ? ഓവൻ കുറച്ച് കംപ്ലൈന്റ് ആയിരുന്നു, അതുകൊണ്ടാ കുറച്ച് ലേറ്റ് ആയി പോയത്. എനിക്കിപ്പോ തരാം. അതെ,
അതെ, എനിക്കുള്ളതും ഇതിലിട്ടാ മതി. എന്നിട്ട് നീ കഴിച്ചോ. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ടെന്ന് ഇവക്ക് എങ്ങനെയാ മനസ്സിലായേ? വാ ചിലപ്പോ കള്ളം പറയുമായിരിക്കും, കണ്ണു പറയില്ല. ഇതാ കഴിക്കും. ഞങ്ങളെ ഊട്ടിയാ മാത്രം പോരാ, ഈർക്കിലിക്കമ്പ് പോലെ ഇരിക്കുന്നേ. നീയും കുറച്ചെടുത്ത് കഴിക്ക്. കഴിക്ക്. ഞാൻ ഉള്ളതന്നെ പറഞ്ഞത്, ഈർക്കിലിക്കമ്പ് പോലെ. നീ ഈർക്കിലിക്കമ്പ് തന്നെയാ. നീ ആ ആക്രി വണ്ടിയിൽ കയറി റോഡിലൂടെ പോകുമ്പോ ബസ് എങ്ങാനും പാസ് ചെയ്താലേ നീ ചിലപ്പോ പറന്നങ്ങോട്ട് പോകും. അത്രയ്ക്കേ ഉള്ളൂ നീ. കഴിക്ക്. മതിയിരിക്കും. നീ നല്ലോണം ആഹാരം കഴിച്ച് തടി വെച്ചില്ലെങ്കിലും ഉണ്ടല്ലോ ഒരു ഭംഗി ഉണ്ടാവില്ല. കഴിക്ക്. കഴിക്ക്. എന്തിനാ വിഷമിക്കുന്ന കണ്ണ? ഈ ലോകത്ത് ചെയ്യാൻ കുറേ ജോലികളുണ്ട് ബാക്കി. ഈ ജോലി പോയാൽ തന്നെ വേറെ എന്തെല്ലാം ജോലി നിനക്ക് കിട്ടും? അതെ, നിനക്കറിയോ, എന്റെ മകൻ സിദ്ധാർത്ഥ് ഉണ്ടല്ലോ, അവൻ വലിയൊരു കമ്പനിയിലെ MD-യാ. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് നിനക്കൊരു ജോലി ഞാൻ വാങ്ങിച്ചു തരാം. അതത്ര എളുപ്പമല്ല അമ്മേ. ഏത് ജോലിയാണെങ്കിലും ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഡിഗ്രി എങ്കിലും ആവശ്യമാണമ്മേ. മാർക്ക് ഷീറ്റ്, ഡോക്യുമെന്റ്സ് എല്ലാം ആവശ്യമാണ്. എന്റെ ഡിഗ്രി ഡിസ്കണ്ടിന്യൂ ആയതാ. എന്ത് ചെയ്യാനാ? ഞാനെന്താ ഡിഗ്രിക്ക് പോയിട്ടാണോ ജോലി ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ ആരതി കേറ്ററിംഗ് സർവീസിലെ MD ആയിട്ടല്ലേ നിൽക്കുന്നത്. അതേപോലെ തന്നെ നിനക്കും ഒരു ദിവസം ഒരു വലിയ കമ്പനിയിൽ MD ആവാൻ പറ്റും. നീ ഒട്ടും വിഷമിക്കണ്ട. ദൈവം നമ്മളെ അങ്ങനെ ഒന്നും കൈവിടില്ല. മോനെ ധ്രുവ, നീ കേട്ടില്ലേ വിളിക്കുന്നത്? അതെ അമ്മേ. കൂടെ നിന്നെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. വാ, നമുക്ക് പോയി നോക്കാം എന്തിനെങ്ങനെ കിടന്ന് വിളിക്കുന്നേന്ന്. എന്താ, എന്തിനിങ്ങനെ കിടന്ന് വിളിക്കുന്നേ? ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാമെന്ന് കരുതി വിളിച്ചതാ. ധ്രുവ,
നോക്കു മോനെ, നിനക്ക് എന്താ കൊണ്ടുവന്നെന്ന്. എന്തുകൊണ്ടോന്നാ അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇല്ല. ധ്രുവ, നിനക്കോ? ഇല്ല അങ്കിൾ. റമിയോട് കൂടുതലും സംസാരിക്കല്ലേ, മണ്ടനായി പോവും. കണ്ണിന് കാണുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ നോക്കണം. ചുമ്മാ ഇങ്ങനെ മനുഷ്യനെ കളിയാക്കാൻ നോക്കല്ലേ നിങ്ങള്. ശരി ശരി, ഇനി ഞാൻ തന്നെ പറയാം. വേറെന്ത് ചെയ്യാനാ? അഞ്ജു, മാഡം നിർത്ത്. എന്താ ഈ ചെയ്യുന്നത്? പിന്നെ ഞാൻ ഇതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? ആരും കഴിച്ചില്ലെങ്കിൽ പിന്നെ ഡസ്റ്റ്ബിനിലല്ലേ ഇടേണ്ടത്? ബാച്ചലർ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ആരും അങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യാറേയില്ല. വേദാന്തിന് വാങ്ങിയതായിരുന്നു, പക്ഷെ കഴിച്ചില്ല. അതുകൊണ്ട് വേസ്റ്റ് ആയത്. ഞാൻ വേസ്റ്റ് ചെയ്തതല്ല. ബോസ് വേസ്റ്റ് ആക്കി ഫുഡ് എനിക്കൊന്ന് കാണാൻ പറ്റുമോ? വിചാരിച്ചു, ഞാൻ അപ്പോഴേ വിചാരിച്ചതാ ഇത്. എന്ത് വിചാരിച്ചു? അല്ല, നിങ്ങൾ ഇങ്ങനെ ഈ പുഴുവിനെയും പാറ്റിയൊക്കെ കൊണ്ടുവന്ന് വെച്ചാ ബോസ് കഴിക്കൂ? അദ്ദേഹം പ്യുവർ വെജാ കഴിക്കുന്നത്. കഷ്ടം. ഇത് തായ് നൂഡിൽസ് ആണ്, പുഴുവും പാറ്റിയൊന്നും അല്ല. എന്തെങ്കിലും ആകട്ടെ. ബോസിനെ പറ്റി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്താ നിങ്ങൾ പറയുന്നതിനർത്ഥം? ബോസ് ബിസിനസ് ഐക്കൺ ഓഫ് ദ ഇയർ ആയിരിക്കാം, ഫോറിൻ കൺട്രീസിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹം ശരിക്കും ഒരു നാടൻ പയ്യനാ. അദ്ദേഹം എത്രയൊക്കെ വളർന്നാലും അദ്ദേഹത്തിന്റെ റൂട്ട്സ് മറക്കാനേ പോകുന്നില്ല. അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന നാടൻ ഫുഡാ ഇഷ്ടം. ഫോറിനും ഇംഗ്ലീഷ് ഫുഡെല്ലാം കഴിക്കത്തേ ഇല്ല. പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അതിന്റെ കൂടെ ഇതും ഉണ്ടോ? പെൺകുട്ടികളെ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, ഫോറിൻ സ്റ്റൈലിലുള്ള പെൺകുട്ടികളെ തീരെ ഇഷ്ടമല്ല. എന്താ പറഞ്ഞ? ജയ് ഹിന്ദ് ജയ് കേരള എന്ന് പറഞ്ഞതാ. നമ്മുടെ നാട് കേരളം, നമ്മുടെ ഭാഷ മലയാളം. പുഴുവും പാറ്റിയൊന്നും അല്ലെന്ന് പറഞ്ഞില്ലേ? ഇങ്ങ് തന്നേക്ക്, ഞാൻ തന്നെ കഴിച്ചോളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ ഇൻസ്പെക്ടർ, എനി അപ്ഡേറ്റ്സ്? മിസ്റ്റർ വേദാന്ത്, നിങ്ങൾ തന്ന ലീഡ് പ്രകാരം കിഷനെ ഞങ്ങൾ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ അവൻ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അവനെ കൊച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. നീ പറഞ്ഞതുപോലെ നിന്റെയും അവളുടെ ഇടയിൽ യാതൊരു ബന്ധുവില്ലെന്നല്ലേ? പക്ഷെ അവള് നിന്റെ അനിയത്തിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മൈസൂര് വരെ വന്നതാ. ഹലോ, കേൾക്കുന്നില്ലേ? ആ, കേൾക്കുന്നുണ്ട്, പറയൂ. നിങ്ങൾ തന്ന ഇൻഫർമേഷൻ എന്തായാലും ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു. താങ്ക് യു. യു വെൽക്കം. പക്ഷെ അവനെ ജയിലിലേക്ക് കൊണ്ടുവന്നതിന് മുൻപ് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? എന്താണെന്ന് പറയേ. അതെനിക്ക് ഫോണിൽ പറയാൻ പറ്റില്ല. ഞാൻ വന്നതിന് ശേഷം നേരിട്ട് പറയാം. ശരി, വേഗം വരൂ. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ശരി സർ, ഇപ്പൊ വരാം. എന്താ മോനെ അങ്ങനെ നോക്കുന്നത്? അങ്കിൾ ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ? ഞാനെന്തോ വലിയ സഹായം ചെയ്ത പോലെയാണല്ലോ നീ പറയുന്നത്. ഇത് മേടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഡ്രൈവർ രാമേട്ടന്റെ മോനെ ഓട്ടോ റെന്റിന് കൊടുക്കുന്ന ബിസിനസ് നടത്തുന്നുണ്ട്. നിനക്ക് ഏതായാലും എല്ലാ വണ്ടിയും ഓടിക്കാന്നല്ലേ എന്നോട് പറഞ്ഞത്?
ഞാൻ അവന്റെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കാന്നാ വിചാരിച്ചത്. അവനാണെങ്കിൽ നിങ്ങളിത് ഇന്ന് തന്നെ എടുത്തോന്ന് പറഞ്ഞു. അങ്കിൾ, അവര് നിങ്ങളുടെ അടുത്ത് ഒരു ഡോക്യുമെന്റ്സും ചോദിച്ചില്ലേ? അതായത് അഡ്രസ്, ആധാരം, അങ്ങനെയൊക്കെ. ചില കാര്യങ്ങളിൽ വിശ്വാസത്തിന്റെ പുറത്ത് നടക്കുന്നത്. ഞാൻ രാമേട്ടന് വളരെ ക്ലോസ് അല്ലേ. അവരുടെ മകനും എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രൂഫ് ചോദിക്കാഞ്ഞത്. അറിയാത്തവരോടാണെങ്കിൽ പ്രൂഫ് ചോദിക്കൂ, പക്ഷെ അറിയുന്നവർക്കാണ് വേണ്ടല്ലോ. എന്നാലും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോയിക്കോ, മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ? പിന്നെ ജോലി കഴിഞ്ഞ് അവന്റെ വീട്ടിൽ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോന്നു. അതിന് നിങ്ങൾ എപ്പോഴാ ഓട്ടോ ഓടിക്കാനൊക്കെ പഠിച്ചത്? നിങ്ങളുടെ കയ്യിൽ ഓട്ടോ ലൈസൻസ് ഒക്കെ ഉണ്ടോ? അയ്യോ, അച്ഛൻ ഓടിച്ചുകൊണ്ട് വന്നതല്ല അമ്മ. ഓടിക്കാതെ പിന്നെ പറന്നാണോ ഓട്ടോ ഇവിടെ വന്നത്? അതോ നീ ഒറ്റയ്ക്ക് ഓട്ടോ ഓടിച്ചിങ്ങ് കൊണ്ടുവന്നു? അല്ല, ഓട്ടോ രാമേട്ടന്റെ വീട്ടിൽ നിന്ന് നേരിട്ട് ജമ്പ് ചെയ്തു വന്നു. അവൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയതാന്നേ. ആ, അങ്ങനെ പറ. ആ ചേട്ടനാ ഇത് ഓടിച്ചുകൊണ്ട് വന്നത്. ഞാൻ തള്ളുന്ന പോലെ പോസ് കൊടുത്തു. അങ്കിൾ, അവര് സേഫ്റ്റിക്ക് വേണ്ടി അഡ്വാൻസ് ഒന്നും ചോദിച്ചില്ലേ? നിനക്കെന്ത് എത്ര സംശയം? രാമേട്ടൻ എനിക്കറിയാവുന്ന ആളാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അഡ്വാൻസ് പോലും ചോദിച്ചില്ല. പക്ഷെ വാടക മാത്രം കറക്റ്റ് ആയിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഹെൽപ്പ് വേണമായിരുന്നോ സാഹിത്യ? യെസ്. അർജന്റ് ആണോ? എനിക്ക് കുറച്ച് പെട്ടെന്ന് വീട്ടിൽ പോണായിരുന്നു. കല്യാണത്തിന് ഇനി ഒരാഴ്ച പോലും ഇല്ലല്ലോ, അതുകൊണ്ടാ. നിനക്ക് നാളെ ചെയ്തു തന്നാ മതിയോ? ഇല്ല, എനിക്കും വളരെ അർജന്റാണ്. നടക്കേണ്ട കാര്യം ഇപ്പൊ തന്നെ നടക്കണം. അയ്യോ, ആണോ? എന്നാ പറ, ഞാൻ ചെയ്യാം. നീ വേദാന്തിന്റെ അടുത്തുനിന്ന് ദൂരെ പോണം. എന്താ, എന്ത് പറ്റി മോനെ? എനിക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും വാങ്ങി തന്നിട്ട് കുറെ കാലമായി അങ്കിൾ. എന്ത് പറയണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്കിൾ. താങ്ക്സ് എന്ന് പറഞ്ഞാ അത് ചെറിയ വാക്കായി പോകും. നീ അന്ന് എനിക്കൊരു സഹായം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു വലിയ കടം വന്ന് വീണാൻ എനിക്ക്. അഭിമാനവും പോയി കിട്ടിയനെ. കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അഭിമാനം പോയാൽ തിരിച്ചു കിട്ടില്ലല്ലോ മോനെ. നീ എന്റെ അഭിമാനം രക്ഷിച്ചു. അതിന്റെ മുന്നിൽ ഇതത്ര വലിയ കാര്യമാണോ? വലിയ മനസ്സുള്ള ഒരു വ്യക്തിയെ എനിക്ക് കാണിച്ചു തന്നു ആ ദൈവം. ഞാൻ അത്രയും പുണ്യമൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും എനിക്ക് വേണ്ടി നിങ്ങള് എന്താടാ ഇത്? നീ എന്തൊക്കെയാ സംസാരിക്കുന്നത്? നീ നന്നായിരിക്കേണ്ടത് ഞങ്ങളുടെ ആഗ്രഹം. ഹലോ ഇൻസ്പെക്ടർ. ഹായ്. അവനെവിടെ?
അവനെ പുറത്തേക്ക് കൊണ്ടുവരൂ. ഏയ് ഏയ് എന്താ ഇത് വേദാന്ത്? സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തായി കാണിക്കുന്നത്? ബ്ലഡി സ്കൗണ്ടറൽ, നീ എന്തിനാണ് ഇത് ചെയ്തത്? വേദാന്ത് കാം ഡൗൺ. വേദാന്ത് കാം ഡൗൺ. അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചിരിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നേ? പെൺകുട്ടികൾക്കൊരു പ്രശ്നം വന്ന് ഞാൻ മിണ്ടാതിരിക്കില്ല. അങ്ങനെയുള്ളപ്പോ എന്റെ സ്വന്തം അനിയത്തിയുടെ കാര്യം വന്നാലോ? വെറുതെ ഇരിക്കാൻ പറ്റുമോ ഇൻസ്പെക്ടർ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇവനെല്ലാം മനസ്സിലായിട്ടുണ്ട്. എടാ, നിനക്ക് ഞാൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. വേണ്ട വേദാന്ത്,